ഒരു മരപ്പൊത്തിൽ അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും സുഖമായി ജീവിച്ചു പോന്നു. അമ്മ പക്ഷി അന്നും പതിവ് പോലെ മക്കൾക്ക് ഇര തേടി യാത്രയായി. ഉറക്കമുണർന്ന കുഞ്ഞുങ്ങൾ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്ത് ഏറെ സന്തോഷത്തിലാണ്. അമ്മ വരുമ്പം എനിക്ക് ചക്കപ്പഴം കൊണ്ടുവരും, തേൻ വരിക്ക. ഹായ് അമ്മ, എനിക്ക് മുറ്റ മാമ്പഴം കൊണ്ടുവരുമല്ലോ, കിളിച്ചുണ്ട മാമ്പഴം. ഹായ്, ഞാനേ എനിക്ക് കിട്ടുന്ന ചക്കപ്പഴം പാതി തരാം. നീ എനിക്ക് മാമ്പഴം പാതി തരണേ. നീ എനിക്ക് ചക്കപ്പഴം തന്നില്ലേലും വേണ്ടില്ല, ഞാൻ നിനക്ക് മാമ്പഴം തരും. വിശക്കണോ? നേരം ഇരുട്ടിലോ? ഈ അമ്മ എന്താ വരാത്തേ? ശരിയാ, അമ്മ ഇത്രയും വൈകാറില്ല. നമ്മുടെ അമ്മയ്ക്ക് എന്തോ പറ്റി. അമ്മേ, അമ്മേ, അമ്മേ! കുഞ്ഞുങ്ങൾ നിലവിളിച്ചു. അമ്മയെ കാണാഞ്ഞ് പാവം കുഞ്ഞുങ്ങൾ കരഞ്ഞു കരഞ്ഞ് ഉറക്കത്തിലായി. മക്കളെ, മക്കളെ! അമ്മയുടെ ശബ്ദം കേട്ട് അവർ ഉറക്കമുണർന്നു. ഹായ്, അമ്മ വന്നു, അമ്മ വന്നു. അമ്മേ, അമ്മ എന്താ വൈകിയേ? അമ്മേ, എനിക്ക് മാമ്പഴം താ. അമ്മേ, എൻ്റെ ചക്കപ്പഴം. അമ്മ എന്താ ഒന്നും തരാത്തേ? അമ്മ എന്തിനാ കരയണേ? മനുഷ്യര് അമ്മയെ ഉപദ്രവിച്ചോ? അയ്യോ, അമ്മയുടെ ചിറകിലെ ചോര. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയുടെ വിഷമം കണ്ട് പാവം കുഞ്ഞുങ്ങൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ട് അമ്മ ഏറെ സങ്കടത്തിലായി. മക്കളെ, കരയാതെ, കരയാതെ. അമ്മയുടെ പൊന്നു മക്കളല്ലേ, അമ്മ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒരുപാട് ദൂരം താണ്ടിയാണ് അമ്മ മനുഷ്യര് താമസിക്കുന്ന നാട്ടിലെത്തിയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മ കണ്ടത് പഴങ്ങളില്ലാത്ത വെറും മരങ്ങൾ മാത്രം. പഴമെല്ലാം മനുഷ്യർ തിന്നു തീർത്തിരിക്കുന്നു. പഴത്തിനായി അലഞ്ഞു നടന്ന എന്നെ അവർ കല്ലെറിഞ്ഞോടിച്ചു. അമ്മയുടെ ചിറകുകൾക്ക് മുറിവേറ്റു. സാരമില്ല മക്കളെ, അമ്മ നാളെ കാട്ടിൽ പോയി നല്ല പഴങ്ങൾ കൊണ്ടുവരാം. എൻ്റെ പൊന്നു മക്കള്, കരയല്ലേ. കഥ ഇവിടെ തീരുന്നുവെങ്കിലും സഹജീവികളോടുള്ള നമ്മുടെ കരുതലും കരുണയും ഒരിക്കലും തീരാതിരിക്കട്ടെ. രചന സിബി നെല്ലിക്കൽ. ശബ്ദം ജഷിതകുമാരി.